വീഡിയോയിലേക്ക് സ്വാഗതം. ഇടുക്കി റോഡിലെ കാഴ്ചകളാണ്. ഇടുക്കി റോഡിൽ കൂടെയുള്ള യാത്രയിലുള്ള കാഴ്ചകളാണ്. ആളുകൾ തോണിയിലെത്തിയിരിക്കും. ഈ താഴെ കാണുന്ന പാലം കണ്ടോ? നേരത്തെ ചെറുതോണി പാലം, അപ്പോൾ പുതിയ അടിപൊളി പാലം വലുത് വന്നിട്ടുണ്ട്. ആ പാലത്തിലാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഈ താഴെ കണ്ട പാലം 2018 ആ വലിയ വെള്ളപ്പൊക്കത്തിൽ, പ്രളയത്തിൽ ഒരു പോലീസുകാരനൊരു കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടുന്ന കണ്ടില്ലേ? ആ ഒരു പാലമാണിത്. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ആ ഒരു പ്രളയത്തെ അതിജീവിച്ച പാലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണ്. ആ വലിയ പ്രളയത്തെ ഈ പാലം അതിജീവിച്ചു. കട്ടപ്പന ടൗണിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. വെള്ളായംകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇറങ്ങി. KSRTC ബസ് സ്റ്റാൻഡിലുള്ള തൊട്ടുപുറമുള്ള ഷോപ്പിൽ. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് നടക്കാം. ഒരു വലിയ മല ഉണ്ടോ? കുറേ മനോഹര കാഴ്ചകളുണ്ട് കട്ടപ്പന ടൗണിൽ. അതിൽക്കൂടെ ഇവിടെ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. കോട്ടയം ലെഫ്റ്റ് സൈഡിലേക്ക് രാമക്കൽമേട് തേക്കടി, അതായത് കുമ്പളി സൈഡിലേക്കുള്ള കുറേ ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ടൗണിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള കാഴ്ചയാണ്. ഇന്ന് മൂന്നാർ, നേരെ പോയാൽ മൂന്നാറിലേക്ക് പോകുന്ന വിചാരിച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ആ മൂന്നാറിലെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. ഏതെങ്കിലും ബസ്സുണ്ടെങ്കിൽ. നമ്മൾ ലൈൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ലൈൻ ബസ് കിട്ടുവാണെങ്കിൽ മൂന്നാറിലേക്ക് ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ കട്ടപ്പന വഴി മൂന്നാർ. ഇവിടെ ലെഫ്റ്റ് ആയിരിക്കും, നേരെ എന്നാണ് എഴുതിച്ചാണ്. ഏതായാലും പോയി നോക്കാം. റൈറ്റ് ഏതായാലും കോട്ടയം സൈഡിലേക്കുള്ളതാണ്. റൈറ്റ് സൈഡിലേക്കാണ് ശരിക്കും ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്കും പോകട്ടെ. തെറ്റ് പോട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വന്നാലാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ബസ് സ്റ്റാൻഡ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഞാൻ കൃത്യമായിട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടില്ലെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു അറിവില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഒരു നല്ല ടൗണായിട്ട് വികസിച്ച് കഴിഞ്ഞു കട്ടപ്പന. സമുദ്രത്തിൽ നിന്ന് ഏതാണ്ട് 3,000-4,000 മീറ്റർ എന്ന പൊക്കത്തിലാണ്. പക്ഷേ വലിയ തണുപ്പൊന്നുമില്ല. ന്യായമായിട്ടുള്ള വെയിലുണ്ട്. താനും വേർക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം വേർത്ത് തുടങ്ങി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അതിനിടെ കാഴ്ചകളൊക്കെ മാറിയിരിക്കുന്നു കേട്ടോ. പഴയകാല ബിൽഡിങ്ങുകളൊന്നുമില്ല. പുതിയ കാലത്തിൻ്റെ കാഴ്ചകൾ, പുതിയ കാറുകൾ, പുതിയ കാലത്തിൻ്റെ കാഴ്ചകൾ തന്നെയാണ്. KSRTC മിക്കവാറും എറണാകുളമായിരിക്കും. കുറേ എറണാകുളം വരുന്നുണ്ട്. കറക്റ്റ് എറണാകുളം വണ്ടികൾ തന്നെയാണ്. കുറേ വണ്ടികൾ പോകുന്നുണ്ട്. ആ പോകുന്നത് എനിക്ക് തോന്നുന്നു കാലത്തെ 3:15 കട്ടപ്പന കമ്പംമെട്ട് പോയ വണ്ടി തിരിച്ചു പോകുന്നതാക്കണ്ട. ഏകദേശം ഒരു 11:15 ആ വണ്ടി തിരിച്ചു പോയി തുടങ്ങി. ഇവയാണ് മുകളിലേക്ക് കയറുന്ന വണ്ടികൾ കൊണ്ട് നമുക്ക് താഴത്തെ വഴി കൂടെ പോകാം. ഒരു നല്ല കയറ്റാം. കുറേ ഭാഗങ്ങളിൽ പഴയ ടൈപ്പ് കെട്ടിടങ്ങളുണ്ട്, പുതിയ ടൈപ്പ് കെട്ടിടങ്ങളുണ്ട്. തകടിയാലിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. അടിപൊളി പുതിയ ബിൽഡിങ്ങാണ്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമുണ്ടാകും. രസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ ഏരിയ കവർ ചെയ്ത് പോയിട്ടില്ല. അതാണ് പ്രത്യേകത. ഇടുക്കി ജില്ല മുഴുവൻ, പിന്നെ എറണാകുളത്തിന് ജില്ലയുടെ 2-3 നിയമസഭാ മണ്ഡലങ്ങളും കൂടെ ഇടുക്കിയുടെ ഇതിലാണ്. എനിക്ക് തോന്നുന്നു കോതമംഗലം, മൂവാറ്റുപുഴ ഇടുക്കിയുടെ കീഴിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് താഴത്തേക്കാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. താഴത്തേക്ക് പോയി അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് അതൊക്കെ പോകാൻ നേരെ പോയിട്ട് വലത്തോട്ട് റോഡുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് എന്തായാലും നമുക്ക് മലയുടെ നല്ല സൂപ്പർ കാഴ്ചകളുണ്ട്. ഓരോ പഴയ പേരുകളുണ്ട്. കുന്തളംപാറ ഓട്ടോ തൊഴിലാളി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ആ ഓട്ടോ സ്റ്റാൻഡിൽ എഴുതി വെച്ചാണ് കണ്ടു. എനിക്ക് തോന്നുന്നു നേരത്തെ കുന്തളംപാറ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ പഴയ പേരുകളുണ്ട്. ശരിക്കും നമ്മുടെ ഗണപതി വട്ടം എന്നുള്ളത് പുള്ളി പറഞ്ഞത് ശരി തന്നെയാണ്. സുൽത്താൻ ബത്തേരി നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഗണപതി വട്ടം തന്നെയാണ്. പേരുകൾ വ്യത്യാസമുണ്ട്. അതുപോലെ പഞ്ചായത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്ത്, ഇപ്പോൾ അടിമാലി എന്ന് പറഞ്ഞത് നേരത്തെ മന്നാങ്കണ്ടം പഞ്ചായത്ത് എന്ന് പറഞ്ഞ പഞ്ചായത്തിലായിരുന്നു.
ഇപ്പോൾ അത് മാറിയ ആടിമാലി ഗ്രാമപഞ്ചായത്ത് തന്നെ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ പെരുമ്പാവൂർ ഉൾപ്പെടുന്നത് ശരിക്കും കുന്നത്താട് താലൂക്കിലാണ്. എറണാകുളം ഉൾപ്പെടുന്നത് കണയന്നൂർ താലൂക്കിലാണ്. ഈ കുന്നത്താട് കണയന്നൂർ അങ്ങനെ ഒരു പ്രദേശം ഒന്നും ശരിക്കില്ല. മൊത്തത്തിൽ ഒരു പ്രദേശത്തെ ഉൾപ്പെടെ പറയുന്നതാണ് കുന്നത്താട് അല്ലെങ്കിൽ കണയന്നൂർന്ന്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ള ഈ കട്ടപ്പനയ്ക്കും വേറെ പേരുകളൊക്കെ ഉണ്ടെന്നുണ്ട്. കുമ്പളംകൂടി എന്നോ അങ്ങനെ മറ്റൊരു പേര് പഴയ പേരുണ്ടായിരുന്നിരിക്കുക. ഒരു പക്ഷേ ബസ് സ്റ്റാൻഡിലേക്കുള്ള നടത്തത്തിലാണ്. അവിടെ നിന്നിട്ട് മൂന്നാർ വണ്ടി കിട്ടുകയാണെങ്കിൽ മൂന്നാറിന് പോയാണ്. ഇവിടുന്ന് മൂന്നാർ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നേരെ വരുന്നത് എനിക്ക് തോന്നുന്നു കുമളി സൈഡിൽ നിന്നുള്ള കുമളി റോഡാണത്. അതായത് ഒരു തമിഴ്നാടിൻ്റെ പച്ച ബസ് വരുന്നുണ്ട്. ഇതിലൊന്നുമാണ് ബസ് സ്റ്റാൻഡിലേക്ക്. മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് എറേഞ്ച് ഏരിയ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ടൗണുകളും മലകളാൽ ചുറ്റപ്പെട്ട് തന്നെയായിരിക്കും. ബസ് സ്റ്റാൻഡിൽ ആദ്യം നേരെ കാണുന്ന ബസ് സ്റ്റാൻഡിൽ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കറങ്ങി അങ്ങോട്ട് കറങ്ങി തരാം. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അന്നൊരു TNS ചിത്ര വിശുദ്ധ കേട്ടോ. ആരസ് പൊരുന്ത് പോക്കുവരത്ത് കഴകം മധുരൈ തോന്നുന്നു. തേനിയായിരിക്കും മിക്കവാറും. കുമളി തേനി ഇന്ന് വരുന്ന വണ്ടിയായിരിക്കും ഒരു പക്ഷേ. ഏതായാലും പിന്നെ നോക്കാം, നമുക്കത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഈ വഴിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പതുക്കെ പോകുമെന്ന് വിചാരിച്ചു. നേരെ കുറച്ചുകൂടെ കാഴ്ചകൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നേരെ ആ കുമളി വഴിക്ക് പോകണം. അവിടെ കട്ടപ്പന ഉപ്പണ്ടം റോഡെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പാലത്തോട് കാണുന്ന കട്ടപ്പന ഉപ്പണ്ടം റോഡാണ്. ശരിക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഉപ്പണ്ടമുണ്ട്. പിന്നെ കൂത്താട്ടത്തിൽ പോണ വഴിക്കൊരു ഉപ്പണ്ടമുണ്ട്. ഇത് മൂന്നാമത്തെ ഉപ്പണ്ടമാണ്. ഞങ്ങളുടെ വീടിൻ്റെ റൈറ്റ് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് മീൻ കഴിയുമ്പോൾ ഒരു ഉപ്പണ്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ കുമളി റൂട്ടിൽ പതുക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നടന്നു നോക്കാൻ പോകാം. ലൈറ്റ്സ് എടുക്കണുണ്ടോ? ഒന്ന് ഓറഞ്ചും ഒന്ന് കല്ലടയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓറഞ്ചാണോ എനിക്കത് അത് SP ഏതോ ഒരെണ്ണം. ഇവിടുന്ന് അതെ പ്രൈവറ്റ് ബസ് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്കുണ്ട്. പറയുന്നുണ്ടോ? നടന്നു കുറേ പുതിയ ബിൽഡിങ്, അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ എവിടെ വച്ചാലും മലകളുടെ കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. ആ ടൗണിലെ കാഴ്ചകളൊക്കെ ഏതാണ്ട് ഇതിൽ കഴിഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഉണ്ടാവും മല അടിപൊളിയായിട്ട് അടുത്തുനിന്ന് കാണാം. ഞാൻ തിരിച്ചു പോകുമ്പോൾ റോഡിലേക്ക് വരുന്നൊരു എങ്ങും മലകൾ തന്നെയാണ്. വേറൊരു മലയുടെ കാഴ്ചയാണ്. നല്ല രസമല്ലേ? പുതിയ ബിൽഡിങ്ങുകളുടെ പണി ഇഷ്ടം പോലെ നടക്കും കേട്ടോ. കോടികളാണ് ശരിക്കും മുടക്കണേ. അടിപൊളി മലകളുടെ കാഴ്ചകളാണ് മുഴുവൻ. നല്ല അടിയിലെ കാഴ്ചകളാണ്. നമ്മൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്ക് വീണ്ടും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ KSRTC ബസ്സുകളൊക്കെ ഇവിടെ കിടക്കണം കാണാം. സൂപ്പർ ഫാസ്റ്റും ഓർഡിനറിയും എല്ലാം ഉണ്ട്. ഫാസ്റ്റും ഉണ്ട്. ബസ് സ്റ്റാൻഡ് കേട്ടോ. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഈ സൈഡ് മുഴുവൻ KSRTC ബസ്സും അതിൻ്റെ അങ്ങേ സൈഡ് മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളുമാണ്. പിന്നെ കേരളത്തിലെ തെക്കൻ കേരളത്തിലുള്ള എറണാകുളം, ചങ്ങനാശ്ശേരി, കോട്ടയം അങ്ങനെ ഉള്ള കുറേ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ ഇവിടുന്ന് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. KSRTC ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ KSRTC ബസ്സിൻ്റെ സൈഡിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. കട്ടപ്പന കമ്പം പോണ വണ്ടിയാണ്. കന്യാർക്കുളു, കുഴിക്കുളു, കമ്പംമേട്ട് വഴി സെറ്റ് സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരം കിടപ്പുണ്ട്. ഈ ആനവിലാസം വഴി കുമളിക്കുള്ള യാത്രയാണ്. അത് വേറൊരു വീഡിയോയിൽ ഇതിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.